കണ്ണൂർ ജില്ലയിൽ കാലവർഷം കടുത്തതോടുകൂടി 2 ദിവസമായി നല്ല മഴ പെയ്യുകയാണ്. അതുപോലെ തന്നെ കാറ്റുമുണ്ട്. പല സ്ഥലങ്ങളിലും വീടിൻ്റെ മതിലിടിഞ്ഞുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിലാണ്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്നു. വയലുകളും തോടുകളും പ്രധാനപ്പെട്ട പുഴകളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കുന്നുമ്മൽ പ്രദേശത്ത് ഒരു വീടിൻ്റെ മതിലിടിഞ്ഞുകൊണ്ട് നല്ലൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആർക്കും തന്നെ ആളപായമില്ല. തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മട്ടന്നൂരിൻ്റെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി വാഹനങ്ങൾ പോലും വെള്ളത്തിനടിയിൽ അമർന്നു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാലവർഷം വളരെ ശക്തമായി കൊണ്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലുമുള്ളവർ. കണ്ണൂരിനെയും ഇരിക്കൂറിനെയും ബന്ധിപ്പിക്കുന്ന നായ്ക്കാൽ പാലം വഴിയുള്ള പ്രദേശങ്ങളും വെള്ളം കയറിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ 2018 ഇടിഞ്ഞുകൊണ്ടിരുന്ന ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇഴഞ്ഞുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ താൽക്കാലികമായി അതിൻ്റെ ആ ഇടിഞ്ഞതിൻ്റെ ഒരു സൈഡിൽ കൂടിയുള്ള ഒരു റോഡ് നിലനിന്നിരുന്നു. ആ റോഡ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായുള്ള മഴയിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതുവഴിയുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇതുവഴിയുള്ള ഗതാഗതം ഇനി പ്രായോഗികമല്ല. ഇതിൽ കൂടിയുള്ള വളരെ കുടുസായതും ഇടുങ്ങിയതുമായ ഒരു റോഡായിരുന്നു. താഴ്ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. പുഴയുടെ സൈഡ് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് കെട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ റോഡ് തുറന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ ആ റോഡ് പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുകയാണ്. ഇനി ഇതുവഴി മട്ടന്നൂരിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ദുഷ്കരമായ ഒരു അവസ്ഥ തന്നെയാണ്. ദുഷ്കരമായെന്ന് പറഞ്ഞാൽ അതിൽ കൂടിയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു. ഇനി അതിന് താൽക്കാലികമായി എന്തെങ്കിലും ഒരു പോംവഴി അധികൃതരുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതിരിക്കുന്നു. നിരവധി ആളുകൾ നിത്യേന ചെറുവാഹനങ്ങളിലായി മട്ടന്നൂരിനെ ആശ്രയിക്കുന്നത് ഈ റോഡ് വഴിയാണ്. മണ്ണൂർ പാലം വഴി നേരെ പോയാൽ മട്ടന്നൂരിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എളുപ്പ റോഡ് മാർഗം കൂടിയാണിത്. ഈ മാർഗമാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. ആളുകൾ അതുകൊണ്ട് തന്നെ വളരെ ദുരിതത്തിലാണ്. ഇനി കൊളപ്പ വഴിയുള്ള കുറച്ച് 4 കിലോമീറ്ററോളം വളഞ്ഞു ചുറ്റിക്കൊണ്ടുള്ള റോഡ് മാർഗം വഴി മാത്രമാണ് ഈ മട്ടന്നൂരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഇപ്പോൾ പോലീസുകാരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുകളൊക്കെ സ്ഥലപ്രതിനിധികളൊക്കെ സ്ഥലത്തെത്തി അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തു. ഇതിൻ്റെ ഈ മണ്ണിടിഞ്ഞതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ള ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ മണ്ണിടിച്ചിൽ കൂടുതൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ ഇവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ട്. ഈ പോസ്റ്റിൻ്റെ തൊട്ട് ബാക്ക് വശത്തായിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിലുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഇടുങ്ങിയ ഈ വഴിയിൽ കൂടിയായിരുന്നു ഇത്രയും നാളുകൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. ഇനി വെള്ളം ഇറങ്ങിയാൽ മാത്രമാണ് ഇതിൻ്റെ താഴെ റോഡിന് വേണ്ടി കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ സാധിക്കുക. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ വർഷങ്ങളായി നിർമ്മാണ പ്രവൃത്തി നടക്കുന്നു. പല കരാറുകാരിൽ കൂടിയായി നിർമ്മാണ പ്രവൃത്തി ഏകദേശം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സമരപരിപാടികളൊക്കെ നടത്തിയിരുന്നു. ഈ പാലം എത്രയും എളുപ്പത്തിൽ ഈ റോഡ് എത്രയും എളുപ്പത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് അതൊരു സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്നുള്ള ആളുകളുടെ ഒരു പ്രതിഷേധം നിലനിന്നിരുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ രാത്രിയുള്ള അതിശക്തമായ മഴയിൽ ഈ റോഡ് ഇടിഞ്ഞ് പുഴയിലേക്ക് താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ തന്നെ ഇതൊന്ന് പൂർണ്ണമായ രീതിയിലേക്ക് മാറാൻ സമയമെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുവരെ മണ്ണൂർ പാലം വഴി മട്ടന്നൂർ ടൗണിനെ ബന്ധിപ്പിക്കുന്ന ഈ ഗതാഗതം, ഈ റോഡ് ഇവിടെ തടസ്സപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് സാധിക്കാൻ പറ്റുന്നത്. അതുപോലെ കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളും താഴ്ന്ന പ്രദേശത്തിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതുതായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കർണാടകയിൽ ഉൾവനത്തിൽ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൂട്ടുപുഴ വഴി ഉള്ള പുഴയിൽ കൂടി ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ പുഴവെള്ളം ശക്തിയായി ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതോ മാറി താമസിക്കേണ്ടതോ ഇരിക്കുന്നു. അധികൃതർ അതിനുള്ള നിർദ്ദേശങ്ങൾ വ്യാപകമായി നൽകിയിട്ടുണ്ട്. പുഴയോരങ്ങളിൽ നിൽക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ നാൽക്കാലികളെയൊക്കെ വളർത്തുന്നവർ പുഴയോരങ്ങളിൽ കൊണ്ടുപോയി കെട്ടിയിടരുതെന്നും മഴവെള്ളം രൂക്ഷമായി പുഴയിൽ കൂടി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൂട്ടുപുഴ ഈ കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ സ്വാഭാവികമായി ഇരിക്കൂർ, മണ്ണൂർ,
വടയങ്കോട്, പെരുമണ്ണ്, കുയിലൂർ, പടിയൂർ പോലെയുള്ള പ്രദേശങ്ങളിലെ പുഴകളിൽ വ്യാപകമായി വെള്ളം കയറാനും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ പുഴയുമായി ബന്ധിപ്പിക്കുന്ന ഒരുപാട് ചെറു തോടുകളുണ്ട്. ആ തോടുകളിൽ കൂടി ഈ വെള്ളം കയറി വന്നുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തോടിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. അവർക്കും ഈ വെള്ളം ഒരു ദുരന്തമായി മാറും. അപ്പോൾ കാലവർഷം ശക്തി തന്നെ പ്രാപിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് പ്രകാരം ഇനി വരുന്ന 3-4 ദിവസം കൂടി കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ്. ചില പ്രാദേശിക സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കുട്ടികളെ വിചാരിച്ച സമയങ്ങളിൽ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള പ്രയാസം കൊണ്ട് പല പ്രാദേശിക സ്കൂളുകളും ഇന്ന് അവധിയാണ്. സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് അവധിയില്ലെങ്കിലും പ്രാദേശിക തലങ്ങളിലുള്ള അവധിയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു മഴക്കെടുതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. മഴ ഇതുപോലെ ശക്തമായി നിലനിൽക്കുകയാണെങ്കിൽ ഇനിയും വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇരിക്കൂർ ഡൈനാമോസ് ഗ്രൗണ്ട് അതുപോലുള്ള നെടുവള്ളൂർ ഭാഗങ്ങൾ, ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങി. പല ട്രാൻസ്ഫോമറുകളിൽ നിന്നുള്ള വൈദ്യുതി ബന്ധങ്ങളും ഇപ്പോൾ KCBയുടെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ടാകുന്ന അപകടം ഒഴിവാക്കാനാണ് അവർ മുൻകൂറായി ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും മഴ ഇതുപോലെ ശക്തമായി കൊണ്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ദുരന്തങ്ങളിലേക്കും ദുരിതത്തിലേക്കുമായിരിക്കും കണ്ണൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.